ഹായ്, ഞാൻ ജയ സുരേഷ്. ഞാനൊരു ലൈഫ് കോച്ചാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേ ടു മാനിഫെസ്റ്റ് എ പോസിറ്റീവ് ലൈഫ് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ആ ബ്ലെസ്സിങ്സിലേക്ക് പലതരത്തിലുള്ള ചലഞ്ചസും നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് സിറ്റുവേഷൻസും ഒക്കെ വരാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ പലരും ഇനി ജീവിതം തീർന്നു പോയി എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകാറുമുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സൗഭാഗ്യങ്ങളും ഒരുപാട് നന്മകളും ഒക്കെ വന്നു ചേരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പോസിറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനൊക്കെ വന്നാൽ പോലും അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് അവർ വളരെ വേഗത്തിൽ തന്നെ ആ ഒരു സിറ്റുവേഷനെയൊക്കെ ഓവർകം ചെയ്യുന്നതായിട്ട് കാണാം. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും ഈ ലോകത്തിൽ ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നവരാണ്. അതേസമയത്ത് നെഗറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യുന്നത് മുഴുവനും എന്തായിരിക്കും? അത്തരം സാഹചര്യങ്ങളെയും വ്യക്തികളെയും ആയിരിക്കും. കാരണം ലൈക്ക് അട്രാക്ട്സ് ലൈക്സ് എന്നാണ് പറയുന്നത്. സമാനമായവ നമ്മളിൽ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? എപ്പോഴും ചിന്തകളുടെ മേൽ ശ്രദ്ധയുള്ളവരായിട്ടിരിക്കുക. എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കുക. ഒരു നെഗറ്റീവ് ചിന്ത വന്നാലുടനെ അതിനെ തിരിച്ചറിയാനും അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാനും നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ലൈഫിലേക്ക് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് നമുക്ക് നമ്മളുടെ ലൈഫിൽ കുറച്ച് ഡിസിപ്ലിനും ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് നോക്കാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളും സ്വപ്നങ്ങളും ഒക്കെ യാഥാർത്ഥ്യമായി മാറുന്ന പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. രണ്ട് വ്യക്തികൾ, രണ്ടുപേർക്കും സ്വന്തമായി വീടില്ല. അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള രണ്ട് വ്യക്തികൾ. രണ്ടുപേരും ആഗ്രഹിക്കുകയാണ് അവർക്കൊരു വീട് വേണം. അവരുടെ ഒരു സ്വപ്നമാണ് വീട് വേണം എന്നുള്ളത്. പക്ഷേ അതിൽ ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവുമാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾ എങ്ങനെയാവും ചിന്തിക്കുക? എനിക്ക് വീടൊക്കെ വേണം എന്നുണ്ട്, പക്ഷേ എനിക്കതിനുള്ള സാഹചര്യമില്ല, എനിക്ക് പണമില്ല, അങ്ങനെയാവും അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പം അയാളുടെ ലൈഫിൽ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വീടെന്ന സ്വപ്നം അതെന്നും സ്വപ്നമായി തന്നെ നിലനിൽക്കും. പക്ഷേ മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിനും എന്തില്ല? പൈസയോ വീട് വെക്കാനുള്ള സ്ഥലമോ ഒന്നും അദ്ദേഹത്തിനും ഇല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു വീട് വെക്കാൻ സാധിക്കും, എനിക്കത് കിട്ടും, എങ്ങനെയെങ്കിലും ഞാനൊരു വീട് വെക്കും. അദ്ദേഹം എപ്പോഴും ഭാര്യയോടും മക്കളോടും ഒക്കെ ആ ഒരു വീടിനെക്കുറിച്ച് പറയും. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്ന ഭവനത്തിൽ അദ്ദേഹം ജീവിക്കുന്നതായിട്ട് ചിന്തിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആ വീട് വെക്കാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ അദ്ദേഹത്തിലേക്ക് വന്നു ചേരും. ഏതെങ്കിലും ഒരു ലോട്ടറി അടിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ വീട് എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ലോൺ ശരിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വ്യക്തികളുടെ സഹായം അദ്ദേഹത്തിന് ലഭിക്കാം. എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. ഇതാണ് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റും നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറുക. എങ്കിൽ മാത്രമേ നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വളരെ വേഗത്തിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വളരെ വേഗത്തിൽ നേടാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.